അത് ചക്കരയുടെ ഡെലിവറി റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച മുന്നേ, ഒരു 6 ദിവസം മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ പിന്നെ സൗഫിയുടെ ഹസ്ബൻഡിനെയോ ഞാൻ വിളിച്ചിട്ട് ഡെലിവറി കഴിഞ്ഞ കാര്യം പറഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നാമത് അവർ പറയുന്ന കാര്യം. രണ്ടാമത് പറയുന്ന കാര്യം, പിന്നെ അതായത് അവരുടെ രണ്ടാമത്തെ കുട്ടിക്ക് സർജറി കഴിഞ്ഞ് കിടന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും വിളിച്ചന്വേഷിച്ചില്ല എന്നാണ് രണ്ടാമത് പറയുന്ന കാര്യം. മനസ്സിലായില്ലേ? പിന്നെ അതേപോലെ തന്നെ മൂന്നാമത് പറയുന്ന വേറൊരു കാര്യം, ചക്കരയെ ഡെലിവറിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് 7ാം മാസത്തിൽ വളകാപ്പെന്നോ അങ്ങനെ എന്തൊക്കെയോ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് കൂട്ടിക്കൊണ്ടുവരലെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിന് ആ ഒരു കാര്യത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് ചക്കരേൻ്റെ ഫാമിലി വന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ പിന്നെ സൗഫിയും സൗഫിയുടെ ഹസ്ബൻഡും പങ്കെടുക്കാത്ത കാര്യം ഞാൻ ക്ഷണിച്ചില്ല എന്നുള്ളൊരു കാരണമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നിജാസ് സൗഫിക്കും ഭർത്താവിനുമെതിരെ വീഡിയോ ഇട്ടേക്കുവാണ്. ഇതിനകത്ത് പറയുന്നുണ്ട്, കുറേയധികം പേര് അവർ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, കുറേയധികം പേര് കമൻസ് മോശമായിട്ടൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ രണ്ട് സൈഡും കേൾക്കണം. രണ്ട് സൈഡ് കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം. അതിനുശേഷം ഓരോ കാര്യങ്ങൾ സൗഫിയെ പറ്റിയും ഭർത്താവിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. രണ്ടുപേരുടെയും സ്വഭാവം ഭയങ്കരമായിട്ട് വ്യത്യാസമാണ്. ചെറിയ ചെറിയ കാരണങ്ങൾ പോലും അവർ ഭയങ്കരമായിട്ട് പിണങ്ങി മാറി നിൽക്കുകയോ അവരുടെ പ്രധാനപ്പെട്ട കുറേയധികം ചടങ്ങുകളിൽ ഇതേ കണക്ക് മാറി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുമെന്നുള്ളൊരു കാര്യം നിജാസ് പറയുന്നുണ്ട്. ഇപ്പോൾ അവസാനം വന്ന സമയത്ത് എല്ലാം എൻ്റെ തലയിലാണ്, ഞാനാണ് ഇതേ കണക്ക് വിളിക്കാത്തതെന്ന് പറഞ്ഞിട്ടാണ് സൗഫിയും ഭർത്താവും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കുറേയധികം വ്യാജമായിട്ട് എന്തിനാണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവർ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ വിശ്വസിച്ച് എനിക്കെതിരെ നെഗറ്റീവായിട്ട് കമൻസ് ഇടുന്നുണ്ട്. അത് ചില സാധാരണമായിട്ടുള്ളൊരു കാര്യം. പക്ഷേ എൻ്റെ സൈഡും കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു 30-40 മിനിറ്റിനോളം അടുത്തുള്ള ഒരു വീഡിയോ ആണത്. ആ ഒരു വീഡിയോയിൽ നിജാസിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു കാര്യം, തൻ്റെ ഭാഗത്തുള്ളത് എന്താണൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൗഫിക്കെതിരെയും ഭർത്താവിനെതിരെയും സംസാരിക്കുന്നുണ്ട്. അവരെ സ്വഭാവത്തെക്കുറിച്ച് അവരങ്ങനാണ് എന്നൊക്കെ പറഞ്ഞ് നിജാസ് ഒരു വീഡിയോ ഇപ്പം തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കുവാണ്.